അബുദാബി ഗവൺമെന്റ് 10,000 ദിർഹത്തിന് മുകളിലുണ്ടായിരുന്ന പല ലൈസൻസിന്റെയും ഫീസ് 1000 ദിർഹം എന്നാക്കി കുറച്ചിരിക്കുന്നു. ജൂലൈ 25 വൈകുന്നേരം വന്ന വാർത്തയാണ്. ചെറുകിട വ്യവസായങ്ങളും ബിസിനസ്സും ഒക്കെ ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസമായി ഇത് മാറുകയാണ്. എടുത്തു പറഞ്ഞിട്ടുണ്ട്, മൈക്രോ സ്ഥാപനങ്ങളും SME സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണെന്നും ഇനിയിപ്പോൾ ഓരോ ലൈസൻസിന് ഓരോ കാശ് എന്ന രൂപത്തിലല്ല ഇത്തരം കാറ്റഗറിയിൽ വരുന്ന ലൈസൻസുകൾക്ക് 1000 എന്നത് നിജപ്പെടുത്തിയിരിക്കുന്നു എന്നറിയിച്ചിരിക്കുകയാണ്. അബുദാബി എക്കണോമിക് ഡിപ്പാർട്ട്മെന്റും ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും സംയുക്തമായിട്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുത്ത് അബുദാബിയിലെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ സഹായം, പിന്തുണ ഉണ്ടാകാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൽ മറ്റ് മുനിസിപ്പാലിറ്റി ഫീസുകളും ബാക്കി എല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 6 ആക്ടിവിറ്റീസ് ഈ ലൈസൻസിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മലയാളികളുടെ അഭിമാനമായ സന്തോഷകരമായ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കണം. ഇതേ അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഡയറക്ടർ ബോർഡിന്റെ വൈസ് ചെയർമാനായി നമ്മുടെ MA യൂസഫലി ഇന്ന് നിയമിതനായ ദിവസം കൂടിയാണ്. അത്തരത്തിൽ അങ്ങനെ നിയമിതനായ ശേഷം വന്ന ആദ്യ തീരുമാനങ്ങളിലൊന്ന് പ്രവാസികൾക്ക് വളരെ അനുകൂലമായ ഒന്നാണ് എന്നതിൽ സന്തോഷം, അഭിമാനം പങ്കുവയ്ക്കുന്നു. ഒപ്പം അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്ന് ജൂലൈ 25, 28 എമിറേറ്റ്സ് പറഞ്ഞിരിക്കുന്ന യാത്രാ വിലക്ക് അവസാനിക്കുന്ന തീയതിയായി ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. ഇന്നും നാളെയും ഒരു മാറ്റം വരാനുള്ള സൂചനകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഔദ്യോഗിക അറിയിപ്പൊന്നും ഇതുവരെ വന്നിട്ടില്ല. എത്തിഹാദ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ 31. എന്താണെങ്കിലും ഇന്ന് 25 കഴിഞ്ഞ് 3 ദിവസം അല്ലെങ്കിൽ 6 ദിവസം എന്ന രൂപത്തിലാണ് മൊത്തം കണക്കുകൾ നമ്മുടെ മുന്നിലുള്ളത്. 3 മാസം കഴിഞ്ഞു ഇന്ത്യയിൽ നിന്ന് UAE ഈ യാത്രാ വിലക്ക് ആരംഭിച്ചിട്ട്. ആളുകൾ ബുദ്ധിമുട്ടി കഴിയുകയാണെന്ന് 1000 വട്ടം പറഞ്ഞു. അത് ഗൾഫിലെ കച്ചവടത്തിന്റെയോ തൊഴിലിന്റെയോ മാത്രമല്ല, കേരളത്തിന്റെ സാമൂഹിക കുടുംബ ജീവിതങ്ങളിൽ വരെ വലിയ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ സാമ്പത്തികമായ ഏറ്റവും വലിയ പിന്നോക്കാവസ്ഥയിലേക്ക് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതായാലും വാക്സിൻ എടുത്ത് തയ്യാറായി ഇരുന്നുകൊള്ളൂ എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ചില അനൌദ്യോഗികമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. വാക്സിൻ എടുത്ത് ഇനി വരാൻ പോകുന്ന പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചില സാധാരണ തയ്യാറെടുപ്പുകൾ ഉണ്ടാകും. അതൊക്കെ കരുതി കാത്തിരിക്കണം എന്നാണ്. ചില റൂമറുകൾ ആളുകൾ പറയുന്നത് പോലെ അനിശ്ചിതമായി അങ്ങനെ നീണ്ടുപോകില്ല എന്നതിൽ വിശ്വസിച്ചുകൊണ്ട് 2 ഡോസ് വാക്സിനും എടുത്ത് അതും UAE അംഗീകരിച്ച വാക്സിനുകൾ സ്വീകരിച്ചുകൊണ്ട് കാത്തിരിക്കണം എന്നതാണ്. 6 മാസം കഴിഞ്ഞുപോയവരും 1 വർഷം കഴിഞ്ഞുപോയ പാർട്ട്ണർ വിസക്കാരാകട്ടെ അല്ലെങ്കിൽ വിസ കാലാവധി തന്നെ കഴിഞ്ഞു പോയവരും എല്ലാവർക്കും ശുഭകരമായ വാർത്തയുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അത്തരത്തിലുള്ള കീഴ്വഴക്കമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാം. നമുക്ക് $1 74 രൂപ 41 പൈസ തുടരുകയാണ്. ഒരു ദിർഹത്തിന് 20 രൂപ 27 പൈസ. ഇതിൽ നിന്ന്, ഈ മൂല്യ തകർച്ചയിൽ നിന്ന് ഇന്ത്യൻ രൂപ മറികടക്കണം. പ്രവാസികൾക്ക് തൽക്കാലം സന്തോഷം ഉണ്ടാകും എന്നൊക്കെ കരുതിയാലും ആഭ്യന്തരമായി നമ്മുടെ നാടിന് നല്ലതല്ല മൂല്യത്തകർച്ച. ഞങ്ങളുടെ ഒരു കൊച്ചു സന്തോഷം കൂടി, ദുബായ് വാർത്തയുടെ ഫേസ്ബുക്ക് പേജിൽ ഫോളോവേഴ്സിന്റെ എണ്ണം അല്പം മുമ്പ് ഈ ജൂലൈ 25 4 ലക്ഷം കടന്നിരിക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം നിറഞ്ഞ ഒരു കാര്യമാണ്. ഇതിന് എങ്ങനെയൊക്കെ നന്ദി വാക്കുകൾ പറയണം, ഞങ്ങളുടെ നിഘണ്ടുവിൽ അങ്ങനത്തെ നന്ദി വാക്കുകളില്ല. എത്ര പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾ നൽകുന്ന സ്വീകരണവും ഇടപെടലുകളും നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ പരാമർശങ്ങളും നിങ്ങളുടെ കുത്തുവാക്കുകളും എല്ലാം ഞങ്ങൾക്ക് പ്രചോദനം തന്നെയാണ്. അതുമാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ധനം എന്ന കാര്യം അറിയിക്കട്ടെ. തുടർന്നും അതിരുകളില്ലാത്ത സ്നേഹം, വിമർശനത്തിന്റെ കൂരമ്പുകൾ ഒക്കെ ഞങ്ങൾക്ക് നൽകി കൂടെ ഉണ്ടാകണം എന്ന ഒരൊറ്റ ആവശ്യം മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ദുബായിൽ നിന്ന് ഫുജേറയിലേക്കുള്ള റെയിൽപാത, അതിന്റെ നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങൾ പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കവേ ഇപ്പോൾ
ഏറ്റവും വലിയ ടണൽ, ഏതാണ്ട് 2 കിലോമീറ്ററോളം ഉള്ള ഒരു തുരങ്കം, 1.8 കിലോമീറ്റർ. ആ തുരങ്കത്തിന്റെ മണ്ണ് മാന്തി മാറ്റലും അതിന്റെ ഖനനവും ആ തുരങ്കത്തിന്റെ രൂപം നിർമ്മിച്ചെടുക്കലും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിലാകും. അത് UAEയുടെ വികസനത്തിന്റെ പുതിയൊരു പാതയായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പുതുവർഷത്തിന്റെ അവധി ഓഗസ്റ്റ് 9-നായിരിക്കുമോ 10-നായിരിക്കുമോ? അറബിക് പുതുവർഷം ഏതായാലും ഇപ്പോൾ ഈ ദുൽഹജ്ജ് മാസം 29 ഉള്ളൂവെങ്കിൽ ഓഗസ്റ്റ് 9-നായിരിക്കും വരിക. അതല്ലെങ്കിൽ 30 പൂർത്തീകരിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 10-നായിരിക്കും എന്ന കാര്യം പണ്ഡിതന്മാർ അറിയിച്ചിട്ടുണ്ട്. വിദേശികൾക്ക് ഉംറ തീർത്ഥാടനത്തിനുള്ള വിസ കൊടുത്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്ന ദിവസം ഓഗസ്റ്റ് 10-ന് ആരംഭിക്കുമെന്ന് സൗദി അറേബ്യ അറിയിച്ചിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായ സജ്ജാദ് തങ്ങൾ ഇപ്പോൾ 70 വയസ്സ് പിന്നിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ 1976-ലെ വിമാനാപകടത്തിൽ മരിച്ചുവെന്ന് ബന്ധുക്കളെല്ലാം എഴുതിത്തള്ളിയ അദ്ദേഹം ഇപ്പോൾ മുംബൈയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് സഹോദരങ്ങൾ കണ്ടെത്തി. 91 വയസ്സ് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഉമ്മ നാട്ടിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. നാളെ ആ പുനഃസമാഗമം ഉണ്ടാകും. 40-ലധികം വർഷങ്ങൾക്കിപ്പുറം അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. മരിച്ചുപോയെന്ന് കരുതിയ സഹോദരൻ മകൻ ഇതാ തിരിച്ചു വരികയാണ്. അദ്ദേഹം നേരത്തെ അബുദാബിയിലായിരുന്നു. അബുദാബിയിൽ നിരവധി മലയാളി സമാജവുമായി ബന്ധപ്പെട്ട മലയാളി പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് നടത്തിയിട്ടുള്ള സജ്ജാദ് തങ്ങൾ റാണി ചന്ദ്ര എന്ന നർത്തകിയെ കൊണ്ടുവന്ന് ഡാൻസ് പ്രോഗ്രാം അവതരിപ്പിച്ച ശേഷം അവരെ തിരിച്ച് മുംബൈയിലേക്ക് വിട്ടു. ആ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട് അവരുടെ ഒരുപാട് പേർ മരിച്ചതാണ്. ആ ഫ്ലൈറ്റിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു എന്നാണ് കുടുംബക്കാരെല്ലാം ഇതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹം മറ്റൊരു ജീവിതശൈലി സ്വീകരിച്ചുകൊണ്ട് ആ ഫ്ലൈറ്റിൽ അന്ന് പോകാതെ കണ്ട് മാറി നിന്നിട്ട് ആളുകളിൽ നിന്നെല്ലാം അകന്നു മാറി ഇഡ്ഡലി കച്ചവടം അടക്കം ചെയ്തുകൊണ്ട് മുംബൈയിൽ കഴിയുകയായിരുന്നു. ഇപ്പോൾ കണ്ടുമുട്ടി എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കേരളത്തിൽ 12%-ലധികമാണ് TPR. ചിലയിടങ്ങളിൽ 15 കഴിഞ്ഞിരിക്കുന്നു. 17,500-ഓളം രോഗബാധ. മരണസംഖ്യ കുറഞ്ഞു 66. UAEയിൽ TPR ഗണ്യമായി കുറയുന്നു. 2,32,000-ലധികം ആളുകളെ പരിശോധിച്ചപ്പോൾ 1,528 രോഗബാധ, 4 മരണം, 1,491 രോഗമോചനം. IPL സെപ്റ്റംബർ 19-ന് UAEയിൽ പുനരാരംഭിക്കും. ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിലായിരിക്കും കളികൾ നടക്കുക. ദുബായിലാണ് ഫൈനൽ ഒക്ടോബർ 15-ന്. അപ്പോൾ എക്സ്പോയുടെ ഇടയിലായിരിക്കാം ഈ കളി എന്ന് മനസ്സിലാക്കുക. അബുദാബിയിലെ രാത്രികാല സഞ്ചാര നിയന്ത്രണം രാത്രി 12 മുതൽ 5 മണി വരെയുള്ളത് തുടരും എന്നറിയിച്ചിട്ടുണ്ട്. അമേരിക്ക കോവിഡിന്റെ കാര്യത്തിൽ തെറ്റായ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് ഇക്കാര്യത്തിൽ വിദഗ്ധനായ ഡോക്ടർ അന്തോണി ഫൗസി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, വാക്സിൻ എടുക്കാനുള്ള വിമുഖത, ഡെൽറ്റയുടെ ശക്തമായ കടന്നുകയറ്റം, ഈ 2 കാര്യങ്ങളും അമേരിക്കയെ തെറ്റായ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. രോഗബാധയുമായി ബന്ധപ്പെടുത്തി ദുബായ് അൽ ഖൈൽ റോഡിൽ ഒരു കാർ ഇന്ന് നട റോഡിൽ നിന്ന് കത്തി. വൈകുന്നേരം 6:30 ഏതായാലും അൽഖൂസിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ വന്ന് തീകെടുത്തി. കാരണം പിടികിട്ടിയിട്ടില്ല. അബുദാബി അലൈൻ ഭാഗങ്ങളിൽ ഇന്ന് കൃത്രിമ മഴ പെയ്തു ക്ലൗഡ് സീഡിംഗ് വഴി. അതേസമയം ദഫ്രയിൽ 48.3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് രേഖപ്പെടുത്തുകയും ചെയ്തു. ദുബായ് വാർത്തയുടെ ജൂലൈ 25-ന്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.